അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് വേണമെന്ന ആവശ്യം ശക്തമാവുന്നു. 2024 നവംബറിൽ ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുമെന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ പ്രഖ്യാപനം ഒരു വർഷം പിന്നിട്ടിട്ടും വെറും വാഗ്ദാനമായി ചുരുങ്ങി. ബ്ലഡ് ബാങ്ക് അടിയന്തരമായി പ്രവർത്തനം ആരംഭിക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി. അടിമാലി താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച ബ്ലഡ് ബാങ്ക് 2024 നവംബറിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം പാഴ്വാക്കായി. കാഷ്വാലിറ്റി ബ്ലോക്കിൽ ഇതിനുള്ള സൗകര്യങ്ങളും ഉപകരണങ്ങളും എത്തിയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി 2024 സെപ്റ്റംബർ 23 എത്തിയപ്പോൾ ഒക്ടോബറിൽ അല്ലെങ്കിൽ നവംബറിൽ ബ്ലഡ് ബാങ്ക് പ്രവർത്തന സജ്ജമാകുമെന്നാണ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചത്. 2 മാസത്തിനുള്ളിൽ ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുമെന്നുള്ള മന്ത്രിയുടെ പ്രഖ്യാപനം ഒരു വർഷം പിന്നിട്ടിട്ടും വെറും പ്രഖ്യാപനമായി തന്നെ നിൽക്കുകയാണെന്നും ബ്ലഡ് ബാങ്ക് അടിയന്തരമായി പ്രവർത്തനം ആരംഭിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് അലൻ നിതിൻ സ്റ്റീഫൻ പറഞ്ഞു. ദേവികുളം പോലെ വളരെ വിസ്തീർണമുള്ള ഒരു താലൂക്കിൽ നിരവധി രോഗികൾ ചികിത്സയ്ക്ക് ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണ് അടിമാലി താലൂക്ക് ആശുപത്രി. ഈ താലൂക്ക് ആശുപത്രിയുടെ ഭാഗമായി ബ്ലഡ് ബാങ്ക് സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ടെങ്കിലും കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ് മന്ത്രി വീണ ജോർജ് അടിമാലിലെത്തുകയും ബ്ലഡ് ബാങ്ക് 2 മാസത്തിനകം യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടും പോയതാണ്. എന്നാൽ ആ പ്രഖ്യാപനം പിന്നിട്ടതിന് ശേഷം ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെയും യാതൊരു നടപടിയും ഈ ബ്ലഡ് ബാങ്ക് രൂപീകരണം സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് മറ്റു സ്വകാര്യ കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ അടിയന്തരമായി മന്ത്രി പ്രഖ്യാപിച്ച ബ്ലഡ് ബാങ്ക് അടിമാലിൽ പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലങ്ങളുടെ തീരുമാനം. ഒരു വർഷം പിന്നിട്ടിട്ടും ബ്ലഡ് ബാങ്ക് പ്രവർത്തന സജ്ജമാക്കുന്നതിനായി പതോളജിസ്റ്റ്, ജീവനക്കാർ എന്നിവരെ നിയമിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടില്ല. ഇതോടെ രക്തം ആവശ്യമായി വരുന്നവർക്ക് യുവജന സന്നദ്ധ സംഘടനകളാണ് ഇതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നത്. രക്തം നൽകാൻ സന്നദ്ധരാകുന്നവർക്ക് ക്രോസ് മാച്ചിങ്ങിനുള്ള സൗകര്യം പോലും ഇവിടെയില്ല. അതിനായി സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. അടിയന്തരമായി തന്നെ ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.